അങ്ങനെ രാവണപ്രഭു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ കവിത തിയേറ്ററിൽ പ്രീമിയർ ഷോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രീമിയർ ഷോ ഹൗസ്ഫുൾ ആയിട്ടാണ് ഇന്നലെ നടന്നത്. ശരിക്കും ലാലേട്ടൻ്റെ ഒരു പുതിയ പടം റിലീസിന് ഒരുങ്ങുന്ന അതേ പ്രതീതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന റിലീസ് ചിത്രങ്ങൾ ലാലേട്ടൻ്റെ തന്നെയാണ്. രാവണപ്രഭു സിനിമയ്ക്ക് ഇന്ന് പല സ്ഥലത്തും ഫാൻ ഷോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു ഫാൻ ഷോ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എറണാകുളം കവിത 1130 സീറ്റുകൾ 2 ഷോസ് ഫുള്ള്, തൃശ്ശൂർ രാഗം 747 സീറ്റുകൾ ഫുള്ള്, കോട്ടയം അഭിലാഷ് 735 സീറ്റുകൾ ഹൗസ്ഫുള്ള്, ട്രിവാൻഡ്രം ഏരിയസ് പ്ലസ് 700 സീറ്റുകൾ ഹൗസ്ഫുള്ള്, കോഴിക്കോട് കൈരളി 702 സീറ്റ് ഹൗസ്ഫുള്ള്. ഇനി കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ലക്ഷ്മിയിൽ 1053 സീറ്റുകൾ ഫുള്ള്, ബാംഗ്ലൂർ ശ്രീനിവാസ 774 സീറ്റുകൾ, ഒരു ഷോ ഫുള്ളായിട്ടുണ്ട്. ARC വനിത മധുര, ഹൈദരാബാദ് ഐനോക്സ്, GSM തുടങ്ങിയ തിയേറ്ററുകളൊക്കെ ഫുള്ളാണ്. ഒന്ന് ആലോചിക്കുക, 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ്, അതിൻ്റെ റിലീസിനാണ് ഇത്രയധികം ഫാൻ ഷോസൊക്കെ ഫുള്ളായിട്ടുള്ളത്. 100ഓളം തിയേറ്ററുകളിലാണ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി തിയേറ്റർ കിട്ടുകയാണെങ്കിൽ റിലീസുകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ പൊട്ടൻഷ്യലുള്ളൊരു സിനിമ തന്നെയാണ് രാവണപ്രഭു. മാസിന് മാസ്, കോമഡിക്ക് കോമഡി, ഇമോഷൻസിന് ഇമോഷൻ, അങ്ങനെ ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് രാവണപ്രഭു. ചൗട്ടാ മുംബൈ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ആ ഒരു സെയിം വൈബ് തന്നെയാണ് രാവണപ്രഭു സിനിമയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. വൃഷഭ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒക്ടോബർ 16 സിനിമയുടെ റിലീസ് വെച്ചിരുന്നത്. ചിലപ്പോൾ കാന്താര സിനിമയും അതുപോലെ രാവണപ്രഭു സിനിമയുടെ റിലീസ് കാരണമായിരിക്കാം മാറ്റിവെച്ചത്. എന്തായാലും വൃഷഭ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് നവംബർ 6 മോളിവുഡിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിലൊന്നായ L365 സിനിമയുടെ കുറച്ചധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്ത് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കാനിരിക്കുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഈ വർഷം ഡിസംബർ 5 മൊത്തം 85 അല്ലെങ്കിൽ 90 ദിവസത്തെ ഷൂട്ടിംഗ് സിനിമയ്ക്കുണ്ടാവും. സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ തൊടുപുഴ, മുംബൈ, അതുപോലെ ശബരിമലയിൽ ചെറിയൊരു ഷെഡ്യൂളുണ്ട്. സിനിമയുടെ കാസ്റ്റ്, ക്രൂ മെമ്പേഴ്സിനൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ ടൈറ്റിലിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിലവിൽ 2 ടൈറ്റിലുകളാണ് പരിഗണനയിലുള്ളത്. മീശ വെച്ച് ക്ലീൻ ഷേവ് ലുക്കിലായിരിക്കും ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ എത്താൻ പോകുന്നത്.